ഹലോ. അപ്പോൾ നമ്മളിതാ വൈകുന്നേരം ആവാനായി. നോമ്പ് തുറക്കാൻ ഉണ്ടാക്കണ്ടേ, നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ കിടന്നു, കുറച്ച് എഡിറ്റ് ചെയ്തു, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കിച്ചണിക്ക് എത്തിയത്. ഞാൻ കാണിച്ചു തരാം. ബീഫ് വെക്കാനായിട്ട് ചെറിയ ഉള്ളി, കൂടുതൽ ചെറിയ ഉള്ളിയാണ് എടുക്കുക. വെല്ലുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കർ അവിടെ നമ്മുടെ ബീഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഫ്ലാസ്കിലേക്ക് പാരാണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വൈകിയെന്ന് തോന്നുന്നു. ചുമ്മാ ഇങ്ങനെ കിടന്നു, ഒരു ക്ഷീണം. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം, റെഡിയാക്കാം. നല്ല ചൂട്, നല്ല വെയിൽ, നോമ്പ് നമുക്ക് കൂടെയാണ്, ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഞാൻ കുക്കറടുപ്പ് തീർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ പാരണം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുന്നത്. ബീഫൊക്കെ വെക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇത് ആദ്യം ഓയിൽ പാരുന്നു ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോമ്പ് എൻ്റെ പണികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇതിപ്പോൾ വെളിച്ചെണ്ണ മറ്റേത് ഓയിലും ആയി. ഇപ്പോൾ പാരുന്നൊരു കൺഫ്യൂഷനാട്ടോ ഇത്. ഇപ്പോൾ വെളിച്ചെണ്ണൻ്റെ കുപ്പിയാണ്. ഏതായാലും നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കേട്ടോ. പിന്നെ നെയ്യൊക്കെ ഉണ്ടാവും. ബീഫിലൊക്കെ ആകുമ്പോൾ കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ കുറച്ച് മതിയല്ലോ. ഞാൻ ഉലുവ ഇടലുണ്ട് കുറച്ച്. നമ്മൾ അരിഞ്ഞു വെച്ച സംഭവങ്ങൾ പുതിയതായിട്ടത് പുതിയതിൻ്റെ ഒരു പൊടിവാണ് എനിക്ക്. പുതിയതാണ്. അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. അതിൽ കുറച്ച് വെല്ലുള്ളി, കൂടുതൽ ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ട് ബീഫ് വെക്കുമ്പോൾ ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലോ. അപ്പോൾ ഞാനത് ഇളക്കാനൊരു എടുത്തിട്ട് ഉലുവേൻ്റെ ഒപ്പം കേട്ടോ. അങ്ങനെ ഞാൻ പാടുമ്പോഴത്തേന് ആ ഉലുവയിൽ കിടന്ന് എന്നിട്ട് ബീഫാകുമ്പോൾ നമുക്ക് ഉലുവൊക്കെ കുറച്ച് ഇടണമല്ലോ. അങ്ങനെ ഇടാറുണ്ട്. ഇപ്പം ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കുമല്ലോ ഉപ്പ്. പിന്നെ കുറച്ച് ഉപ്പും ഇടുന്നുണ്ട്, ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക്കിൽ പാടാനുള്ള വെള്ളം തിളച്ചിട്ട് നമുക്ക് അതൊക്കെ പാടാം. എന്താണ് നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കാറ്, ഫുഡൊക്കെ ഉണ്ടാക്കാറ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നു. 2-3 മൂന്നാമത്തെ നോമ്പായില്ലേ. മൂന്നാമത്തെ നോമ്പൊക്കെ എത്ര പെട്ടെന്ന്, ഇപ്പോൾ നോമ്പ് പോകുന്നതൊന്നും അറിയില്ല, പെട്ടെന്ന് പോകും. അപ്പോൾ ഞാൻ ഉള്ളി ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് പണികളുണ്ട്. നേരം വൈകുന്നൊരു ടെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് പൊഴിക്കണം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് അപ്പുറത്ത് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കലാപരിപാടി കേട്ടോ. അപ്പോൾ മുട്ട എത്ര പുഴുങ്ങാൻ വെച്ചതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഇടിയപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ബീഫാണുള്ളത്. അപ്പോൾ ഞാൻ ബീഫ് കൊണ്ട് എനിക്ക് കറിയിന്നിങ്ങനെ കറി ഉണ്ടാക്കണേക്കാണ് ഇഷ്ടം. അതിങ്ങനെ വരട്ടി വെക്കൂലേ, അങ്ങനെ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ. അപ്പോൾ ആ ഒരു രീതിയിൽ വെക്കണതാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കരുതി ഇടിയപ്പത്തേക്ക് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതുണ്ടാക്കാമെന്ന് കരുതി. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചത് കേട്ടോ. അപ്പം ഞാൻ രണ്ടും കൂടി ഒപ്പം വെക്കാൻ പറ്റുമെന്നൊരു കൺഫ്യൂഷൻ. അതായത് 2 മുട്ടയും ഉരുളക്കിഴങ്ങും ഒപ്പം പുഴുങ്ങാൻ വെക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ സത്യമായിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് വേറെ അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ കുക്കറിലും വെച്ചിട്ടുണ്ട്, ഒന്ന് നമ്മൾ അപ്പുറത്ത് കറണ്ട് അടുപ്പുമ്മലും വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ചെറുതൊന്നും ഇല്ല കേട്ടോ, വലിയ കുക്കറാണ്. അതിൻ്റെ അടുത്ത് ചെറുതൊന്നും ഉണ്ടായിരുന്നത്, അത് കേട് വന്ന്.
അപ്പോൾ ഐറൂസ് വരുമ്പോൾ കഞ്ഞിയാണെങ്കിലും ഒക്കെ ഞാൻ ഈ വലിയ കുക്കറിലപ്പോൾ വെക്കൽ. ഒരു ചെറു കുക്കർ വാങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഒക്കെ വലിയ വലിയ 3 ലിറ്റർ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഈ ഒരു കുക്കറിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ആ നേരം ഇങ്ങനെ ഞാനിതൊക്കെ വെക്കുന്ന നേരമായിട്ട് നീനൂട്ടി വന്നിട്ട് ഇന്ന് എന്താ സ്നാക്സ് ഉണ്ടാക്കണത്, ഞാനും ഹെൽപ്പ് ചെയ്യാം, എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ അവളിങ്ങനെ ഷോർട്സൊക്കെ ഇടാറുണ്ട് അവളുടെ ചാനലിൽ. അതാണ് ആ ചോദിക്കുന്നത് കേട്ടോ. അവളോടാണ് ഇപ്പോൾ ഞാൻ ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ എന്നാണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബീഫോ ചിക്കനോ ഒന്നും ഇടാത്തൊരു ചെറിയൊരു സ്നാക്ക്, നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞു. ബ്രെഡും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഞാൻ കുറേ വട്ടം കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം, എനിക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നും പറഞ്ഞു അവൾ. അപ്പോൾ ഞാൻ കരുതിയെന്ന് ഓക്കൊരു വീഡിയോ ആയി നമുക്കൊരു ഹെൽപ്പായല്ലോ. ഓക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാനും പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കിട്ടോ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചത് എങ്ങനെയായി, നന്നായില്ലേ, അടിപൊളിയായില്ലേ. അങ്ങനെ അതാ കുക്കർ കൂക്കുന്നുണ്ടെന്ന് ഇങ്ങനെ നോക്കണം, ആരാണ് ആദ്യം കൂക്കുക അറിയണമല്ലോ. 2 ആളവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേത് കുക്കർ ആദ്യം കൂക്കുന്നു ഞാൻ എങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ആരാ അപ്പുറത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കുക്കറാണ് ആദ്യം കൂക്കിയത്. കാരണം കുറച്ചല്ലേ ഉള്ളൂ, ഒരു ഉരുളക്കിഴങ്ങല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 കൂക്കി അതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്താണ്, ഇന്ന് ഞാൻ നൂൽപുട്ടാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടി വയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ നീനതാ ബ്രെഡൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാനാണ് തുടങ്ങുക കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഓടിപ്പോയതാണ്. ബീഫ് ഇതവിടെ കുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇടിയപ്പത്തിന് ചൂടുവെള്ളം വെച്ച് കുഴക്കണം. നമ്മൾ ഫ്ലാസ്കിൽ വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചൂടുവെള്ളം ഇല്ലാഞ്ഞാൽ എന്തോ ഒരു ടെൻഷനാണ്. അപ്പോൾ അതുള്ളത് കൊണ്ട് വേഗം ഇടിയപ്പത്തിന് നന്നായിട്ട് ഞാനിതാ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 കപ്പ്, അതായത് നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന 250 മില്ലിനായി ഞാൻ പണ്ട് കുറേ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കുന്ന കാലത്ത് വാങ്ങിയ കപ്പാണ് കേട്ടോ. ആ ഒരു കപ്പിന് 2 കപ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയത്. കുറച്ച് ബിരിയാണി ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞാൻ നീനൂട്ടിക്ക് ഏതായാലും ഇതുമൂന്നൊക്കെ ബിരിയാണി മതിയാവും. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മുടെ നൂൽപുട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചു. നമ്മളിതാ ഇവിടെ എന്ത് ചെയ്യണത്, നൂൽപുട്ടിൻ്റെ ആ ഒരു സംഭവത്തേക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ അച്ഛൻ നിന്ന് ആക്കണം കേട്ടോ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഒരു വിഷമം വന്നത്. എന്തിനാ വെച്ചാൽ നമ്മൾ ഈ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ വെള്ളം വെച്ച് ആവിയിലെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ആ പാത്രത്തിൽ മുട്ട പൊഴിഞ്ഞാൽ മതിയായിരുന്നു. വേറെ രണ്ട് ഇതാക്കിയിട്ട് കുറേ കരണ്ട് അങ്ങനെ കളഞ്ഞല്ലോ എന്നൊക്കെയുള്ള കുറച്ചൊരു സങ്കടം വന്നിട്ടോ. പിന്നെ പോട്ടെ, ഓരോ പൊട്ടത്തര നോമ്പ് പറ്റിയിട്ട് അതൊന്നുണ്ട്, ബുദ്ധിയൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ വേഗം ഇവിടെ നമ്മുടെ നൂൽപുട്ടുണ്ടാക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കറണ്ട് അടുപ്പിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ചൂടാക്കി തിളപ്പിച്ചിട്ടാണ് എടുത്തത്. ഇനി ഇതിലേക്ക് അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം തിളപ്പിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അധികം കറണ്ട് അടുപ്പിന്മേലാണ് വെക്കുക. പിന്നെ വേറെ വലിയ സംഭവങ്ങളൊന്നും അങ്ങനെ വെക്കാറില്ല. ഇങ്ങനെ വെള്ളം തിളപ്പിക്കുക, ചായ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ടൈമിൽ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ നീനുട്ടി അവിടെ തകൃതിയായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര സംഭവമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഇതാ അവിടെ ഒരുവിധം ഉരുട്ടി വെച്ചിട്ടുണ്ട് അവളുടെ സ്നാക്ക് കേട്ടോ. ഇത് ബാക്കി നമ്മൾ ഒരു സെറ്റ് ഞാൻ നൂൽപുട്ടിപ്പോൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ അതെന്ത് ചെയ്തു, വേഗം ഇങ്ങനെ അത് പിന്നെ ഇത് വേവോളം കാത്തുനിന്ന് അത് വന്നിട്ട് പിന്നെ അതിലേക്ക് വെച്ച് അങ്ങനെ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള പൊടി കൊണ്ട് ഇങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കി ഇങ്ങനെ അവിടെ വേവിക്കാതെ ഉള്ളതാണ് പൊടിയാണ് കേട്ടോ, പച്ച പൊടിയാണത്. അതവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റത് വെന്തിട്ട് അതിലേക്ക്, അപ്പോൾ അത് വെന്ത് കേട്ടോ, ആദ്യം നമ്മൾ വെച്ചത് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചത്, അപ്പോൾ നമ്മൾ ഫ്രീ ആയല്ലോ, നമ്മളെ പൊടി കുഴച്ച പാത്രം ഫ്രീ ആയി, അത് കഴുകി വെച്ചു. പിന്നെ ആ ഒരു അച്ചില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ആ നൂല് പോലെ ആക്കുന്ന അച്ചില്ല, അത് കഴുകി വെച്ചു. അപ്പോൾ ഇതിങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ എടുത്ത ഒരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ. ഒക്കെ ഇങ്ങനെ പൊടി ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് മെല്ലെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകൂലേ, ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായി. 2ാമത്തെ ട്രിപ്പും വെച്ചിട്ടോ. പിന്നെ ഒരു ട്രിപ്പും കൂടി വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നൂൽപുട്ട്. അപ്പോൾ അതവിടെ വേവുമ്പോൾ നമ്മൾ നീനുട്ടി ഉണ്ടാക്കിയ ഈ ഒരു സ്നാക്ക്, പേരറിയാത്ത സ്നാക്കാണ്, അതിവിടെ ഇങ്ങനെ കിടന്ന് വേവുന്നുണ്ട്. അപ്പം ഈ ബ്രെഡ് മുട്ടയും, അതിനെ മുട്ടയല്ല ബ്രെഡും
ഉരുളക്കിഴങ്ങൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ചെറിയ തീയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാനുണ്ട്. കാരണം ഉള്ളു വേവും വേണമല്ലോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ഇതിൽ വേവിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. എന്നാൽ നല്ല മൊരിയും വേണം. മേലെ ബ്രെഡിൻ്റെ ക്രംസ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഈ കട്ട്ലറ്റിനൊക്കെ ചെയ്യണ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ പൊട്ടാറ്റോ പുഴുങ്ങിയത്, പിന്നെ ബ്രെഡ് ഒരു 3 എടുത്തിട്ട് നല്ല ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി നനച്ച് പുഴുങ്ങി എടുത്തിട്ട് അതും ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുത്തി ഒടിച്ചതും പിന്നെ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി ചെറിയ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് അതിട്ടു, പച്ചമുളക് ഇട്ടു, മല്ലിച്ച പുതിന സംഭവം ഇട്ടു, പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല അതൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ബോൾ പോലെ അങ്ങനെ ചെറിയ ഒരു ബോളാക്കി എടുത്തിട്ട് പിന്നെ നമ്മുടെ ബ്രെഡ് തന്നെ ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തു, ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ആ ബ്രെഡിലൊന്ന് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബോൾ പോലെയുള്ള അത് സംഭവം ഒന്ന് ഉരുട്ടിയിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ട കൊണ്ട് മയോണൈസ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവം ഞാൻ വേറെ പറയാം. ഇപ്പോൾ നമ്മൾ ഇതാ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയാണ് നമ്മൾ ഇതുവരെ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ രണ്ടും കൂടെ ഒപ്പം അങ്ങോട്ട് ഇട്ടു കേട്ടോ. എനിക്ക് കാത്തു നിൽക്കാനും സമയമില്ല. സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നീനുട്ടി ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അവളുടെ ഒപ്പം നമ്മൾ നിൽക്കണമല്ലോ. കാരണം അവൾക്ക് അറിയില്ല എവിടെയാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ ഒപ്പം ഇങ്ങനെ ഞാൻ നിന്നതുകൊണ്ട് തന്നെ എനിക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ലേറ്റ് ആയപ്പോൾ 5-5:30 ആവുന്നുണ്ട്. എനിക്ക് ഒരു നോമ്പിന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ടെൻഷനാണ്. 6 മണിയാകുമ്പോൾ പണികളൊക്കെ തീർന്നിട്ടില്ലെങ്കിൽ ഒരു ടെൻഷനാണ്. നോമ്പ് തുറക്കാനുള്ളതല്ലേ. അപ്പോൾ അത് ആ സമയത്തിന് തന്നെ ആവണമല്ലോ. വിഷം നിൽക്കല്ലേ എല്ലാവരും. പിന്നെ ഇതും നോമ്പെടുക്കാത്തത് കൊണ്ട് സമ്മതമുണ്ട്. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും ഞാൻ ഒരുമിച്ച് അവിടെ വാട്ടാൻ വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഒപ്പം ഇട്ട് വാട്ടാൻ വെച്ചു. അത് വാടി വന്നപ്പോൾ ഇവിടെ കണ്ടോ, രണ്ടും കൂടെ ഒപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഇളക്കിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി അതിലേക്ക് വെള്ളമൊക്കെ പാർന്ന് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. അത് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ബീഫിൻ്റെ. പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ വെളിച്ചെണ്ണ എന്നാലും ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് ആ ബീഫിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ പാർന്നിട്ടോ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബീഫ് അവിടെ സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ മുട്ടക്കറി ലാസ്റ്റ് തേങ്ങാപ്പാൽ പാർന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ പാർന്ന് പിന്നെ നമുക്ക് അധികം തിളക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് ജസ്റ്റ് ഒന്ന് തുള്ളി വന്നപ്പോഴേക്കും ഞാനത് ഓഫാക്കിയിട്ട് അങ്ങനെ മുട്ടക്കറി ആയി, നമ്മുടെ നൂൽപുട്ടായി, ബീഫും ആയിട്ടാണ്. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലൈമാണ്, പുതിനയിലൊക്കെ ഇട്ടിട്ടുള്ള ലൈമാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ജസ്റ്റ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുതിനയില ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ 2 നാരങ്ങ എടുത്തുകൊണ്ട് ഒന്നിൻ്റെ പകുതി എനിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാമല്ലോ, പഞ്ചാര ഇട്ട് കുടിക്കണ്ടെന്ന് കരുതി ഒരു കഷ്ണം നാരങ്ങ എടുത്ത് ബാക്കി 1.5 കഷ്ണം നമ്മൾ ഈ ഒരു ലൈം ജ്യൂസിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒഴിച്ചിട്ടുണ്ട്. കുരുവൊക്കെ ആദ്യം തന്നെ ഞാൻ പിഴിഞ്ഞ ശേഷം കുരു ഒഴിവാക്കിയിട്ടാണ് കേട്ടോ അതിലേക്ക് പാർന്നത്. എന്നിട്ട് പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളത്തിലാണ് നന്നായിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നത്, പഞ്ചസാര നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പണികൾക്ക് പോയി. പിന്നെ അരിക്കൊക്കെ വേണം, എന്താ പറയുക, ജസ്റ്റ് ഒരു അരിപ്പെടുത്തിട്ട് അരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ജഗ്ഗിലേക്ക് പാർന്ന് വെക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം അതിലേക്ക് പാരണം. ഐസ് ക്യൂബ് ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ. പക്ഷേ ഐസ് ക്യൂബ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ തണുത്ത വെള്ളം ഒഴിച്ച് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ഈ ഒരു ജഗ്ഗിലേക്ക് പാർന്നിട്ടുണ്ട്. പാർന്ന് നോക്കിയപ്പോൾ ആ പച്ച കളർ വന്നില്ല കേട്ടോ. യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഓല ഈ ലൈമൊക്കെ നല്ല പച്ച ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത്ര പച്ചല്ല കേട്ടോ, പച്ച കളർ അങ്ങോട്ട് വന്നില്ല. ഇനിയിപ്പോൾ ആ ഒരു പുതിനയിൽ കുറഞ്ഞതാണോ അതോ വെള്ളം കൂടിയതാണോ എന്നറിയില്ല. എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവെക്കാം അല്ലേ. ആദ്യം ലൈം ജ്യൂസ് കൊണ്ടുവച്ച് അതിൻ്റെ ഇപ്പോൾ പപ്പായ കൊണ്ടുവച്ച് കട്ട് ചെയ്ത് വെച്ച് നമ്മൾ രാവിലെ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും പപ്പായ പിന്നെ നമ്മുടെ വത്തക്ക കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നീനുട്ടിൻ്റെ പിന്നെ സ്നാക്ക് എന്താ പേരൊന്നും ഇട്ടിട്ടില്ല, പേരെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണീൻ്റെ മസാല കുറച്ചുണ്ടായിരുന്നു, അത് ചൂടാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് കൊണ്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ ഉള്ളത് നമ്മുടെ മുട്ടക്കറിയാണ്, മറ്റേത് മയോണൈസാണ് കേട്ടോ. അതായത് മുട്ട കൊണ്ട് ഉണ്ടാക്കിയ മയോണൈസ്, പുഴുങ്ങിയ മുട്ട കൊണ്ട് മയോണൈസ് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാന്ന് കേട്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ നല്ല പരാജയമായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ അറിയില്ല. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു, 2-3 വെളുത്തുള്ളിൻ്റെ അല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സൺഫ്ലവർ ഓയിലും പിന്നെ നമ്മുടെ വിനാഗിരി, ഉപ്പ്, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അതിൽ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്താ അറിയില്ല, എനിക്കൊരു ടേസ്റ്റ് കിട്ടിയില്ല. അതിലേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പൊട്ടറ്റോ വെച്ച് ഉണ്ടാക്കില്ലേ, അത് അതിലേറെ ഒരു ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ. എന്തായാലും ഇതാ ഇവിടെ നമ്മുടെ വിഭവങ്ങളൊക്കെ മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അധികം ഫ്രൂട്ട്സ് കഴിക്കാൻ നിന്നില്ല. നല്ല കഫക്കെട്ടിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക്. ഇനി ഫ്രൂട്ട്സ് 2 ദിവസം അധികം കഴിക്കണ്ട, കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുട്ട വേഗം പുഴുങ്ങിയത് കേട്ടോ. മുട്ട കഴിക്കാമല്ലോ എന്ന് കരുതി 2 മുട്ട ബോയിൽ ചെയ്തതാണ്, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ്, പിന്നെ നമ്മുടെ നീരിട്ടുണ്ടാക്കിയ സംഭവം ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി മസാലത്തെ ബീഫ് കുറച്ച് കഴിച്ചു. ഈ ഒരു ഇരുത്തത്തിലുള്ള ഫുഡ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പിട്ട് ലൈമും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്ന് കഴിച്ചത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അതും ഇതൊക്കെ എടുത്ത് അതും കഴിച്ചു. പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല, ഇന്ന് ഇത്രേ കഴിച്ചുള്ളൂ. അപ്പോൾ നാളെ വൈകുന്നേരം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വെയിറ്റ് നോക്കണം, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ എന്ന് നോക്കാം അല്ലേ. അപ്പം നല്ല ചൂടുള്ള ചായ കുടിച്ചപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.